ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതും അതിന്റെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു പുതിയ ടോപ്പിക്കാണ് വരുന്നത്, മെത്തേഡ് ഓഫ് വേരിയേഷൻ പാരാമീറ്റേഴ്സ്. അതിന്റെ മെത്തേഡിൽ എങ്ങനെ നമുക്ക് സൊല്യൂഷൻ കാണാമെന്നുള്ള പ്രൊസീജിയറിൽ ആദ്യം നോക്കാം. പ്രൊസീജിയർ സ്റ്റെപ്പ് 1, ഫൈൻഡ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇവിടെ കോംപ്ലിമെന്ററി ഫംഗ്ഷന് ഒരു പ്രത്യേകതയുണ്ട്, C1y1 പ്ലസ് C2y2 എന്നാണ്. നേരത്തെ നമ്മൾ ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും പഠിച്ചപ്പോ കോംപ്ലിമെന്ററി ഫംഗ്ഷന് ഒരു കേസ് ഉണ്ടായിരുന്നു. കേസ് 1, കേസ് 2 എന്തുവാണ്, സെയിം റൂട്ട്സ് ആണ് വരുന്നതെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇന്നതാണ്, ഡിഫറെന്റ് ആണെങ്കിൽ വേറെ, ഇമാജിനറി ആണെങ്കിൽ വേറെ. പക്ഷെ ഇതില് ഈ മെത്തേഡിൽ നമുക്ക് വരുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഏതായാലും അതിന്റെ മെത്തേഡ് C1y1 പ്ലസ് C2y2 ആണ്. സ്റ്റെപ്പ് 2, റൈറ്റ് y1 y2, അതായത് ഇതിനകത്ത് വരുന്ന കോംപ്ലിമെന്ററി ഫംഗ്ഷനിൽ വരുന്ന y1 ഉം y2 എഴുതുക. ഫൈൻഡ് y1 ഡാഷ് ആൻഡ് y2 ഡാഷ് എന്താണ്, ആ സ്റ്റെപ്പിൽ തന്നെ y1 y2 എടുത്തിട്ട് അതിന്റെ ഡെറിവേറ്റീവും കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു ടേം വരാണ്, ഫൈൻഡ് റോൺസ്കിയൻ. റോൺസ്കിയന്റെ W കാണുന്ന മെത്തേഡ് ഡിറ്റർമിനന്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ്, ഇതാണ് റോൺസ്കിയൻ കാണുന്നതിന്റെ മെത്തേഡ്. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ W നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എപ്പോഴും W നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലാണ് നമുക്ക് പിന്നീട് ബാക്കി സ്റ്റെപ്പ് കാണേണ്ട കാര്യമുള്ളൂ. W ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കാണാൻ പറ്റില്ല. സ്റ്റെപ്പ് 4 ആണെങ്കിൽ ഫൈൻഡ് y p, അതായത് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് y1 u പ്ലസ് y2 v. ഇവിടെ യുവും വിയും എന്തുവാണെന്ന് നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഇന്റഗ്രേഷൻ വരുന്നത് യു കാണാൻ വേണ്ടിയിട്ട് മൈനസ് ഓഫ് ഇന്റഗ്രൽ y2 rx, യു കാണുമ്പോൾ y2 ആണ് എടുക്കേണ്ടത്, y2 rx ബൈ w dx. v ആണെങ്കിൽ ഇന്റഗ്രൽ, ഇവിടെ മൈനസ് ഇല്ല, ഇവിടെ പക്ഷെ മൈനസ് ഉണ്ട്. v കാണാൻ ഇന്റഗ്രൽ y1 ആണ് എടുക്കേണ്ടത്, y1 r of w ഡിവൈഡ് ബൈ w. x r of w w r of w by w dx. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ ആണ്. ഏതൊക്കെയാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പർട്ടിക്കുലർ സൊല്യൂഷനും കൂടി ആഡ് ചെയ്യുന്ന യൂഷ്വൽ മെത്തേഡ് നമ്മൾ ഇതുവരെ എങ്ങനെ ചെയ്തോ അത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ് 4, ഇതിലേക്ക് ഇന്റഗ്രേഷൻ വന്നിട്ടില്ല. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യാനുള്ളത് യുവും വിയും കാണാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്നത് എന്താണ്, റോൺസ്കിയൻ, അതും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ മെത്തേഡ് പഠിച്ചു വയ്ക്കുക. ഇതിന്റെ പ്രോബ്ലത്തിലോട്ട് നമുക്ക് പോകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു C2x. y ഡബിൾ ഡാഷ് പ്ലസ് 4y നമുക്ക് ആദ്യം ഇക്വേഷന് മാറ്റുന്നത് നമുക്ക് അറിയാവുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ d സ്ക്വയർ y ബൈ dx സ്ക്വയർ അതിനൊക്കെ സ്റ്റെപ്പ് എഴുതാം. d സ്ക്വയർ y ബൈ dx സ്ക്വയർ പ്ലസ് 4y ഈക്വൽ ടു എന്താണ്, C2x. d സ്ക്വയർ y ബൈ dx എന്ന ഫോമിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുവാണ്, d ബൈ dx ന് ക്യാപിറ്റൽ D ആണ്. എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ d സ്ക്വയർ y പ്ലസ് 4y is equal to C2x. നെക്സ്റ്റ് നമുക്ക് എന്താണ്, y കോമൺ എടുക്കാം, d സ്ക്വയർ പ്ലസ്, അതെല്ലാം നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്, y ഈക്വൽ ടു C2x. നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഓക്സിലറി ഇക്വേഷൻ ഫൈൻഡ് ചെയ്യണം. ഓക്സിലറി ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് അറിയാം, ക്യാപിറ്റൽ D ഈക്വൽ ടു എന്ത് കൊടുക്കാം, m കൊടുക്കാം. ഇക്വേഷൻ എങ്ങനെ മാറാം, m സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0, m square is equal to minus 4, m is equal to root of minus 4, എന്ത് വരും, പ്ലസ് ഓർ മൈനസ് 2i എന്ന് വരും. ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ ഐ എന്ന ഫോമിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ e raised to alpha x c1 cos beta x plus c2 sin beta x. ഇവിടെ e raised to alpha, ആൽഫയുടെ പ്ലേസില് ഇത് ടേമില്ല, 0, e raised to 0 ആണ്. അപ്പൊ അതെഴുതാം c1 cos ബീറ്റയുടെ പ്ലേസിൽ 2x പ്ലസ് c2 sin 2x. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻസ്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ എന്തുവാണ്, നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമ്മൾ സ്റ്റെപ്പ് എഴുതിയപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരുന്നു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്തുവാണ്, c1 cos 2x plus c2 sin x. അതായത് c1 y1ന്റെ പ്ലേസില് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് അതൊക്കെയായിരുന്നു, y1 ഈക്വൽ ടു കാണുക, y2 കാണുക, y1 y2 y1 എന്ന് പറയുന്നത് cos 2x y2 sin 2x. y1
cos 2x by 2 sin 2x. പിന്നെ എന്ത് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? y1 dash by 2 dash. y1 dash cos 2x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ 2x ആണ്. കഴിഞ്ഞില്ല 2x ന്റെ ഡെറിവേറ്റീവ് 2 ഞാൻ പ്രിന്റ് ചെയ്ത് മൈനസ് 2 സൈൻ 2x ബൈ 2 ഡാഷ് എന്ന് പറയുമ്പോ സൈൻ 2x ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്തുവാ? കോസ് 2x, 2x ന്റെ ഡെറിവേറ്റീവ് 2 ഫ്രണ്ടിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് w is equal to Wronskian. തേർഡ് സ്റ്റെപ്പ് Wronskian കാണാൻ എന്താണ്? y1 by 2 y1 dash by 2 dash y1 cos 2x by 2 sin 2x y1 dash minus 2 sin 2x 2 cos 2x. ഇനി ഡിറ്റർമിനൻസ് എങ്ങനെയാണ് കാണുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ cos 2x ഇനി 2 cos 2x മൈനസ് ഇവിടെ മൈനസ് 2 sin 2x മൈനസ് ടു സൈൻ 2x ഇതിന്റെ മൈനസ് ഇവിടെ വെറും sin 2x ആണ്. sin 2x മൈനസും മൈനസും പ്ലസ് ആവും. 2 sin 2x എന്തായാലും മാറും 2 sin square 2x. ഓക്കെ, 2 cos square 2x plus 2 sin square 2x. cos square x plus sin square x 1 ആണ്. നമുക്ക് കോമൺ എടുത്തപ്പോ ഇവിടെ x ന് പകരം 2x കിടക്കുന്നേ ഉള്ളൂ. 2 sin square 2x. ഈ വാല്യൂ എന്തായി മാറും? 1 ആയി മാറും. അപ്പൊ 2 ആണ് കിട്ടിയത്. ഇവിടെ w 2 കിട്ടി. നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇവിടെ കിട്ടിയ w നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? y1 and y2 are linearly independent എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ കോംപ്ലിമെന്ററി ഫംഗ്ഷനുകളും w തേർഡ് സ്റ്റെപ്പ് വരാൻ ഈ നെക്സ്റ്റ് നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് കാണേണ്ടത്. അതിന്റെ മെത്തേഡ് എന്തായാലും y1 u plus y2 b y3 is equal to y1 u plus y2 b ആണ്. അവിടെ നമുക്ക് u കാണാൻ ഇന്റഗ്രേഷൻ എടുക്കണം, b കാണാനും ഇന്റഗ്രേഷൻ. u b കാണാൻ ഇന്റഗ്രേഷൻ ആണ്. മൈനസ് ആ ഫോർമുലയുടെ മൈനസ് ഞാൻ പുറത്ത് എഴുതുന്നു. y2 ആണ് എടുക്കേണ്ടത് r of w by w d of x. അതുപോലെ b കാണാൻ എന്തുവായിരുന്നു ഇന്റഗ്രേഷൻ? ഇന്റഗ്രൽ y1 r of w by w d of x. ഇവിടെ y2 y1 എടുക്കുക മൈനസ് y2 നമ്മുടെ ക്വസ്റ്റ്യനിലെ y2 എന്ന് പറയുന്നത് sin 2x. മൈനസ് ഞാൻ പുറത്തെടുത്തു. r of w റോൺസ്കി നമുക്ക് w കിട്ടി. w എന്തുവാണ്? 2 ആണ് കിട്ടിയത്. r of w നോക്കുക. r of w നമ്മുടെ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലുള്ളതാണ് r of w. ഇവിടെ r of w സീക്ക് 2x എന്നായിരുന്നു r of w. അപ്പോ y2 എഴുതി r of w c2x by 2 dx in terms of dx ലാണ്. ആദ്യം u കാണാം, പിന്നെ b കാണാം. ഓക്കെ, ഈ 1/2 ഞാൻ പുറത്ത് കൊണ്ടുവരുന്നു, മൈനസ് 1/2. ബാക്കി വരുന്നത് sin 2x ഒരു ചേഞ്ച് ഞാൻ വരുത്തുന്നില്ല. പക്ഷെ c2x എന്ന് പറയുമ്പോൾ 1/cos ആണ്. cos 2x dx ആണ്. അതായത് ഇവിടെ നോക്കുക, താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് ആണ് മേളിൽ കിടക്കുന്നത്. പക്ഷെ ഡെറിവേറ്റീവിന്റെ ഒരു പ്രത്യേകതയുണ്ട്, 2വിന്റെ കുറവുണ്ട്. അതായത് sin 2x ആണ്. താഴെ കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ cos 2xന്റെ ഡെറിവേറ്റീവ് sin 2x ആണ്. പക്ഷെ ഒരു 2വിന്റെ കുറവുണ്ട്. ആ 2 നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മൾ താഴത്തെ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് മേളിൽ കിടക്കുന്നെങ്കിൽ log ഓഫ് ഡിനോമിനേറ്റർ എന്ന് നമുക്ക് എഴുതാം. നമ്മൾ പ്ലസ് 2 പഠിച്ചിട്ടുള്ളതാണ് അത്. -1/2 ഇവിടെ എനിക്ക് ഡെറിവേറ്റീവ് കറക്റ്റ് ചെയ്യണമെങ്കിൽ sin 2x by cos 2x ഉണ്ട്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ഉണ്ട്, പക്ഷെ ഒരു 2വിന്റെ കുറവുണ്ട്. കാരണം 2xന്റെ ഡെറിവേറ്റീവ് sin 2x into 2xന്റെ 2 ഇല്ല. അത് ഞാൻ കൊടുക്കാം. പക്ഷെ നമുക്ക് ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ 2 എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇവിടെ താഴെ ഡിവൈഡ്, ആ ഡിവൈഡ് ചെയ്ത 2 ഞാൻ പുറത്തങ്ങ് ഡിവൈഡ് ചെയ്യണം. നമ്മൾ ഫൈനൽ ഇത് വരുന്നത്
-1/4. ഇപ്പൊ കറക്റ്റ് ആയി. താഴെ ഉള്ളതിന്റെ ഡെറിവേറ്റീവ് തന്നെയാണ്, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് തന്നെയാണ് മേളിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ലോഗോ ഡിനോമിനേറ്റർ cos 2x എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. യു കാണുന്നത് പ്ലസ് സി വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല. -1/4 ലോഗ് cos 2x പ്ലസ് ഇതാണ് നമ്മുടെ യു കിട്ടുന്നത്. നെക്സ്റ്റ് ബി കിട്ടാൻ ബി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ y1 എന്ന് പറയുന്നത് cos 2x. RW അറിയാം, എന്തുവാണ് സീക്ക് 2x by 2 into dx ആണ്. അവിടെയും 1/2 കോമൺ എടുക്കുക. cos 2x ന് ചേഞ്ച് വരുത്താൻ പറ്റില്ല. sec 2x നമുക്ക് ചേഞ്ച് വരുത്താം 1/cos 2x എന്ന്. dx അതുപോലെ cos 2x ക്യാൻസൽ, dx മാത്രം. ബാക്കി വരുന്ന ഇന്റഗ്രൽ 1/2 ഇന്റഗ്രൽ dx 1/2 ഇന്റഗ്രൽ dx എന്ന് പറയുന്നത് x ആണ്. ഇന്റഗ്രൽ dx എന്ന് പറയുമ്പോൾ x ആണ്. അതിനെ x/2 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ u കിട്ടി, v കിട്ടി. u v കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ yp ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? y1 u. y1 നമ്മുടെ ക്വസ്റ്റ്യനിലെ y1 എന്ന് പറയുന്നത് cos 2x ആണ്. y1 cos 2x. u ദാ ക്വസ്റ്റ്യനിലുണ്ട് -1/4 log cos 2x. അടുത്ത് പ്ലസ് y2 sin 2x ഇൻറ്റു b എന്ന് പറയുമ്പോ അത് നമ്മൾ ഇന്റഗ്രൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. b 1/2 x/2 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമാണ് കിട്ടിയത്. y1ന്റെ വാല്യൂ കൊടുത്തു. yp is equal to y1ന്റെ പ്ലേസിൽ cos 2x u കണ്ടു വെച്ചേക്കുന്നത് പ്ലസ് y2ന്റെ പ്ലേസിൽ sin 2x v എഴുതുക 1/2x. y2 ആണ് കിട്ടിയത്. പക്ഷെ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തുവാണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പർട്ടിക്കുലർ സൊല്യൂഷൻ എനിക്ക് ആഡ് ചെയ്യുന്നതാണ്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് c1 cos 2x plus c2 sin 2x പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷൻ ഇത്രയും ഉണ്ട്. ആ മൈനസ് ഫ്രണ്ടിൽ നമുക്ക് എടുക്കാം. അപ്പൊ -1/4 cos 2x log cos 2x പ്ലസ് sin 2x x. അപ്പൊ x മൾട്ടിപ്ലിക്കേഷൻ ആണ്. x ഫ്രണ്ടിൽ എഴുതിയിട്ട് sin 2x by 2. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഫൈനൽ ആൻസർ എപ്പോഴും ലെങ്തി ആയിരിക്കും, കാരണം ഇന്റഗ്രേഷൻ ചെയ്ത് ടേംസ് വരുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഇന്റഗ്രേഷൻ യു വി കാണുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് yp എഴുതി നിർത്തരുത്. സൊല്യൂഷൻ എന്ന് പറഞ്ഞ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതി വേണം നിർത്തേണ്ടത്. ഓക്കെ, ലെങ്തി പ്രോബ്ലം ആണ്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. y ഡബിൾ - 2y plus 5y equal to e raised to x tan 2x. y ഡബിൾ നമുക്കറിയാം b സ്ക്വയർ y by a സ്ക്വയർ minus 2 dy by dx plus 5y equal to e raised to x tan 2x. d സ്ക്വയർ dy by dx, അതായത് d by dx ന് ക്യാപിറ്റൽ D കൊടുക്കുന്നതാണ്. എന്തായി മാറും? d സ്ക്വയർ ബൈ -2dy plus 5y equal to e raised to x tan 2x. കോമൺ ആയിട്ട് y എടുക്കുന്നു. സെയിം പ്രൊസീജിയറാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ ഫസ്റ്റ് മുതൽ ചെയ്യുന്നത്. ഇനി ഓക്സിലറി ഇക്വേഷൻ കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ഡിക്ക് m കൊടുക്കാം. m സ്ക്വയർ -2m plus 5 equal to 0. ഇവിടെ ഒരിക്കലും നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഒരിക്കലും കാണാൻ പറ്റില്ല. നമ്പേഴ്സ് മൾട്ടിപ്ലൈ കോൺസ്റ്റന്റ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ മിഡിൽ ടേം അതൊരിക്കലും ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ m കാണാം. ക്വാഡ്രാറ്റിക് ഇക്വേഷനില് -b plus or minus e square minus 4ac by 2a ആ ഫോം -b മൈനസ് ഫോർമുലയിലുണ്ട്. b എന്ന് പറയുന്നത് -2 ആണ്. അപ്പൊ എന്തായാലും മാറി +2 plus or minus b square -2 ന്റെ സ്ക്വയർ 4 minus
4ac 4 into a1 ആണ് c5 by 2a 2 into 1 2 plus or minus 4 minus 4 to 5 20 by 8 2 plus or minus 4 minus 20 minus 16 ആണ് by 2 minus 16 നമുക്ക് ഏതിന്റെ സ്ക്വയർ റൂട്ട് ആണ് 4 ഉണ്ട് 4 into 6 അപ്പൊ 4 minus 8 വരെ i മൈനസിന് പകരം i കൊടുക്കും രണ്ടിൽ നമുക്ക് 2 കോമൺ എടുക്കാം കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 പ്ലസ് ഓർ മൈനസ് ഫ്രാക്ഷൻ ആയിട്ട് വെറുതെ കിടക്കണ്ടെന്ന് എഴുതി 2 കോമൺ എടുക്കുന്നു 1 പ്ലസ് ഓർ മൈനസ് 2i by 2 2 ക്യാൻസൽ നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് ഓർ മൈനസ് 2i എന്നാണ് നമ്മുടെ എന്ത് കിട്ടുന്നത് m റൂട്ട് കിട്ടുന്നത് ഇത് ഏത് ഫോമാണ് ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ i ആൽഫ 1 ബീറ്റ 2 അങ്ങനെയാണെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ e raised to alpha x c1 cos beta x plus c2 sin beta x. Okay. e raised to alpha x ആൽഫയുടെ പ്ലേസിൽ 1 ആണ് അപ്പൊ e raised to x c1 cos ബീറ്റയുടെ പ്ലേസിൽ 2x plus c2 sin കിട്ടി നമുക്ക് e raised to x മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ c1 e raised to x cos 2x plus c2 e raised to x sin 2x കാരണം മൾട്ടിപ്ലൈ ചെയ്തത് നമുക്ക് രണ്ട് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ y1 c1 y1 ആ ഫോം അല്ലേ പ്ലസ് c2 y2 c1 y1 ഇത്രയും c2 y2 ഇത്രയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ y1 y2 നമ്മൾ സെപ്പറേറ്റ് കഴിഞ്ഞു y1 എന്ന് പറയുന്നത് e raised to cos 2x by 2 e raised to x sin 2x ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം രണ്ട് ടേം ഉണ്ട് e raised to x cos 2x അപ്പോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ y1 ഡാഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത് രണ്ട് ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് cos 2x എന്ന് പറയുമ്പോൾ മൈനസ് sin 2x കഴിഞ്ഞില്ല ഇൻറ്റു 2x അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു cos 2x ആണ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് e raised to x e raised to x അറേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് 2 e raised to x sin 2x പ്ലസ് e raised to x cos 2x ഓക്കെ y1 ഡാഷ് കിട്ടി അതുപോലെ y2 ഡാഷ് ആണ് y2 ഡാഷ് പ്രോഡക്റ്റ് റൂൾ ആണ് sin 2x sin y2 dash is equal to e raised to x sin 2x ആണ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു sin 2x ന്റെ ഡെറിവേറ്റീവ് cos 2x into 2x എന്നത് 2 plus second function into second function sin 2x into e raised to x എന്നത് e raised to x 2 e raised to x cos 2x plus e raised to x sin 2x ഇതാണ് നമുക്ക് കിട്ടുന്ന y2 dash നമുക്ക് ഈ റോൺസ്കിയൻ അതായത് തേർഡ് സ്റ്റെപ്പ് റോൺസ്കിയൻ കാണാൻ എന്ത് ചെയ്യാം y1 y2 y1 dash y2 dash y1 y2 എന്തുവാണെന്ന് എഴുതുക y1 e raised to x cos 2x y2 e raised to x sin 2x y1 dash minus 2 e raised to x sin 2x plus e raised to x cos 2x y2 dash 2 e raised to x cos 2x plus e raised to x sin 2x ഓക്കെ ഇനി നമുക്ക് ഡിറ്റർമിനൻസ് കാണാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e raised to x cos 2x into രണ്ട് ടേംസ് നമുക്ക് ബ്രാക്കറ്റ് എഴുതാം 2 e raised to x cos 2x plus e raised to x sin 2x മൈനസ് ഇനി ഇത് തമ്മിലാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ e raised to x
sin 2x into minus 2 e raised to x sin 2x plus e raised to x cos 2x. ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ e raised to x cos 2x into 2 e raised to x cos 2x. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? 2 e raised to x into e raised to x e raised to 2x x plus അതായത് പവേഴ്സ് നമ്മൾ ആഡ് ചെയ്യാം. into cos 2x into cos 2x cos square 2x. അടുത്ത e raised to x ആണ് നെക്സ്റ്റ് ടേം ആണ്. e raised to x into e raised to x e raised to 2x. പക്ഷെ cos 2x into sin 2x എന്താണ് അങ്ങനെ എഴുതാനേ പറ്റുള്ളൂ. cos 2x into sin 2x. ഫസ്റ്റ് ഇത് കഴിഞ്ഞു മൈനസ് e raised to x sin 2x into ഫസ്റ്റ് ടൈമിൽ ഒരു മൈനസ് ആണ്. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി e raised to x sin 2x 2 e raised to x sin 2x സെയിം ടേം ആണ്. അപ്പൊ 2 e raised to 2x sin square 2x കഴിഞ്ഞു. മൈനസ് ഓഫ് ഈ ടേം ആണ് മൈനസ് e raised to 2x e raised to x into ഈ ടേം e raised to x into x e raised to 2x sin 2x into cos 2x sin 2x cos 2x. ഇവിടെ ശ്രദ്ധിക്കാം സെയിം ടേം ഇവിടെ 2 e raised to 2x cos square 2x ആണ്. 2 e raised to 2x sin square 2x ആണ്. ഓക്കെ മൈനസ് സെയിം ടേം രണ്ടെണ്ണം e raised to 2x cos 2x sin 2x മൈനസ് e raised to 2x sin 2x അതായത് sin 2x cos 2x ആയാലും cos 2x sin 2x ആയാലും സെയിം ടേം ആണ്. അത് ക്യാൻസൽ ചെയ്യുക. ബാക്കി വരുന്നതിന് നമുക്കൊരു 2 e raised to 2x കോമൺ എടുത്തു കഴിഞ്ഞാൽ cos square x plus sin square x plus cos square x ആയാലും എന്താണ് sin square 2x ആണ്. x അല്ല 2x ആണ്. ഏതായാലും ഈ വാല്യൂ എന്തായി മാറും 1 ആയി മാറും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2 e raised to 2x എന്നാണ് കിട്ടുന്നത്. എന്ത് ബ്രോൺസ്കി W കിട്ടുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അവർ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് അവിടെ എഴുതാൻ എന്താണ് y1 ആൻഡ് y2 ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രോൺസ്കിൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് കാണുക. y2 = y1 u plus y2 v. അതിൽ u കാണാൻ നമുക്കറിയാം. u കാണാൻ ഇന്റഗ്രൽ മൈനസ് ഉള്ള മൈനസ് പുറത്തെടുക്കുന്നു y2 r w by w dx ആണ്. മൈനസ് y2 നമ്മുടെ y2 എന്ന് പറയുന്നത് y1 y2 e raised to x sin 2x by w എന്ന് പറയുന്നത് 2 e raised to 2x ആണ്. r of w നമ്മുടെ ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് r of w. അത് e raised to x tan 2x e raised to x tan 2x ആണ്. e raised to x അപ്പൊ e raised to 2x ആണ്. ആ e raised to x e raised to 2x ആകുന്നു. ഈ e raised to 2x തമ്മിൽ ക്യാൻസൽ. ബാക്കി വരുന്നത് ഒരു 1/2 ഞാൻ പുറത്തെടുക്കുന്നു മൈനസ് 1/2 ഇന്റഗ്രൽ sin 2x ടാനിനെ മാറ്റുന്നു sin 2x by 4x. മൈനസ് 1/2 അതുപോലെ ഇന്റഗ്രൽ sin 2x into sin 2x sin square 2x by cos 2x. ഇതിന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ sin square 2x അതായത് sin square x plus cos square x 1 ആണ്. അങ്ങനെയാണെങ്കിൽ sin square x equal to നമുക്ക് 1 minus cos square x എന്ന് എഴുതാമല്ലോ. x ന്റെ ബേസിൽ 2x എന്നേ ഉള്ളൂ. 1 minus cos square 2x by cos 2x. ആ ഡിനോമിനേറ്ററിലെ cos 2x ന്യൂമറേറ്ററിലെ ഓരോ ടേമിനും ബാധകമാണ്. അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത 1/cos 2x എന്നും
മൈനസ് എന്തെന്ന് എഴുതാം, 4 സ്ക്വയർ 2x ബൈ cos 2x എന്ന് എഴുതാം. 1 ബൈ cos 2x sec 2x ആണ്. ഇത് ക്യാൻസൽ ചെയ്യപ്പോ വെറും cos 3x എന്നാണ് വരുന്നത്. ഈ sec 6ന്റെ ഇന്റഗ്രേഷൻ ആണ് വേണ്ടത്. മൈനസ് 1 ബൈ 2 sec xന്റെ ആണെങ്കിൽ ലോഗോ sec x പ്ലസ് tan x എന്നാണ്. sec xന് പകരം sec 2x പ്ലസ് tan 2x മൈനസ് കോസിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് സൈൻ ആണ്. സൈൻ 2x 2x ബൈ 2. നമുക്ക് കിട്ടിയ u ഇതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി ആണ് കാണേണ്ടത്. ബി കാണാൻ എന്തുവായിരുന്നു ഫോർമുല? ഇന്റഗ്രൽ y1 r of w by w d of x. y1 എന്ന് പറയുന്നത് y1 നമ്മള് ഫസ്റ്റ് കണ്ടെത്തിയതാണ്. y1 e x cos 2x. r of w നമുക്കറിയാം e x tan 2x. w 2 e x dx ആണ്. e raised to x, e raised to x, e raised to 2x ആണ്. ആ e raised to x, e raised to 2x ക്യാൻസൽ. 1 by 2 പുറത്തെടുക്കുന്നു. cos 2x അതുപോലെ എഴുതാം. tan 2x നെ sin 2x by cos 2x എന്ന് എഴുതാം. cos 2x ക്യാൻസൽ. ഇന്റഗ്രൽ sin 2x dx മാത്രം ബാക്കി വരും. ഓക്കെ, 1 by 2 ഇന്റഗ്രൽ sin 2x dx. സൈനിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് കോസ് ആണ്. 1 by 2 മൈനസ് cos 2x by 2. 2x എന്നത് 2 ഇതാണ്. പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് നിന്നായിട്ട് ഇടാം. ഈ മൈനസ് പുറത്തെടുക്കുന്നു. 1 by 2 കിട്ടുന്നു 1 by 4 cos 2x. നമുക്ക് കിട്ടിയത് എന്താണ്? ബി ആണ്. അപ്പൊ യു കിട്ടി, ബി കിട്ടി. പർട്ടിക്കുലർ സൊല്യൂഷൻ y അപ്ലൈ ചെയ്യാലോ. അപ്പൊ yp എന്തുവായിരുന്നു? y1 u പ്ലസ് y2 b ആണ്. y1 u പ്ലസ് y2 b. y1 എന്തുവായിരുന്നു? e raised to x sin y1 e raised to x cos അല്ലെ, cos 2x. യുവിന്റെ കാര്യം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇൻറ്റു മൈനസ് 1 by 2 ലോഗ് സി 2x പ്ലസ് tan 2x മൈനസ് sin 2x by 2. യുവിന്റെ വാല്യൂ ആണ് ഇത്രയും വരുന്നത്. പ്ലസ് ബൈ 2 എന്ന് പറയുന്നത് e raised to x sin 2x ആണ്. e raised to x sin 2x into ഡിയുടെ വാല്യൂ മൈനസ് 1 by 4 cos 2x. ഓക്കെ, ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. അതിനു മുന്നേ നമുക്ക് ഫൈനൽ ആൻസർ എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇത് ആദ്യം ചെയ്യാതെ മൈനസ് 1 by 2 e raised to x cos 2x ലോഗ് സി 2x പ്ലസ് tan 2x മൈനസ് sin 2x by 2. ഈ മൈനസ് 1 by 4 ഇവിടെ ബാക്കി എഴുതാം. മൈനസ് 1 by 4 e raised to x sin 2x cos 2x. കിട്ടിയത് yp ആണ്. പക്ഷെ ഫൈനൽ സൊല്യൂഷൻ എന്തുവായിരുന്നു? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ്. അപ്പോ സൊല്യൂഷൻ ഈസ് y is equal to cf plus yp. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ e raised to x c1 cos 2x plus c2 sin 2x ആയിരുന്നു. പ്ലസ് yp ആണ് ഈ ലെങ്തി വരുന്നത്. ഇവിടെ മൈനസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈനസ് 1 by 2 e raised to x cos 2x ലോഗ് സി 2x പ്ലസ് tan 2x മൈനസ് sin 2x by 2 മൈനസ് 1 by 4 e raised to x sin 2x cos 2x. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇന്റഗ്രേഷൻ എടുക്കുന്നത് മാത്രം ശ്രദ്ധിക്കണം. എല്ലാ സ്റ്റെപ്പിലും ഇന്റഗ്രേഷൻ എടുക്കുന്നത് കുറച്ച് ലെങ്തിയാണ് സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.